ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ തന്നെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഓടി അണയുവാനും ദിവസത്തിൽ അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ കൂട്ടായ്മയിൽ കാർമൽ മീഡിയയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, അവിടുത്തെ വലിയ അനുഗ്രഹം കൃപയായി, അഭിഷേകമായി, ശക്തിയായി, വിടുതലായി, സൗഖ്യമായി, സമാധാനമായി, സംരക്ഷണമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും അനുഭവവേദ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലും യോസപിതാവിന്റെ വലിയ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിന്റെ പല പല അവസ്ഥകളും ഇതിന്റെ ഗതിവിഗതികളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. കാരണം ഇന്ന് തിന്മ നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് അങ്ങ് നയിക്കുന്ന വലിയ സ്വാധീനങ്ങളും വശീകരണ ശക്തികളും അടിമത്തങ്ങളും ഒത്തിരി പ്രേരണകളും ഒത്തിരി പ്രലോഭനങ്ങളും നമ്മുടെ മക്കളെ അടിമപ്പെടുത്തുമ്പോ അതിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ ഇനി ഉപദേശം കൊണ്ടോ കണ്ണീര് കൊണ്ടോ എണ്ണിപ്പറയ്ക്കുന്നതുകൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പലവട്ടം പറഞ്ഞു പ്രാർത്ഥിക്കണം. മക്കളെ പൊതിഞ്ഞു പിടിക്കണം. തിരുരക്തത്തിന്റെ കോട്ട കെട്ടണം. സംരക്ഷണം ഏർപ്പെടുത്തണം. പറഞ്ഞില്ലേ, തിരുരക്തത്തിന്റെ ജപമാല എല്ലാ ദിവസവും നിങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ കൂടി പ്രാർത്ഥിച്ചോ. നമ്മുടെ യൂട്യൂബില് തിരുരക്തത്തിന്റെ ജപമാല ഈ ദിവസങ്ങളൊക്കെ ശക്തമായിട്ട് ആയിരങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ആരും മുടങ്ങരുത്. എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, ജോലി, ബിസിനസ്, പഠനം, കുടുംബജീവിതം, ദാമ്പത്യം, എല്ലാത്തിനും വേണ്ടി കർത്താവിന് തിരുരക്തത്തിന്റെ സംരക്ഷണമൊക്കെ അമ്മ മാതാവിന്റെയും യോസപിതാവിന്റെയും സ്വർഗത്തിന്റെയും ഒക്കെ വലിയ മാധ്യസ്ഥത്തിലും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്ന് നമ്മള് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു മേഖല ഇൻസ്റ്റാഗ്രാമിനാല് നയിക്കപ്പെടുന്ന മക്കൾ. ഇന്ന് പല മക്കളും ജീവിതത്തില് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോ ഓരോരോ മാതൃകകൾ സ്വീകരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടാണ്. അത് കിട്ടുന്ന ചില ടോക്കുകള്, ചില എന്താ പറയാ മോട്ടിവേഷൻസ് ഒക്കെ നല്ലതാണ്. ചിലതൊക്കെ നല്ലതാ. ചിലതൊക്കെ ഉണ്ടല്ലോ, ഒരു ദുഃഖം വരുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട സെന്റിമെന്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റീലുകളായിട്ട് വരും. അത് കണ്ട് കേട്ട് അതിലൂടെ പലതിലേക്ക് പോകുന്ന മക്കൾ. നല്ല വചനങ്ങളും നല്ല മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ തിന്മയിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, ചില മ്ലേച്ഛമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന, ചില മക്കളെങ്കിലും നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മക്കൾ മാതൃകയായി സ്വീകരിക്കുന്ന ഒരു വലിയ മേഖലയാണ്. ഇവിടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ മക്കള് കർത്താവിന്റെ വചനത്തില് അതിലേറെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. ഇൻസ്റ്റാഗ്രാമിലോ പല മീഡിയകളിലോ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു അത് കേട്ടല്ല. കർത്താവിന്റെ വചനം, കർത്താവുമായുള്ള ബന്ധം, മാതാവുമായുള്ള ബന്ധം, യോസപിതാവുമായുള്ള ബന്ധം, വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മാലാഖമാര്, വിശുദ്ധരുമായുള്ള ബന്ധം, നമ്മുടെയൊക്കെ പേരിന് കാരണഭൂതരായ വിശുദ്ധര്, കാവൽ മാലാഖമാര്, ഈ ബന്ധത്തില് പ്രശ്നം വരുമ്പോ, ഏത് അവസ്ഥ വരുമ്പോഴും പരിഹാരം കണ്ടെത്തുന്നത് അവിടെയാണ്. പിന്നെ മക്കി മീഡിയ ഒക്കെ നല്ലതുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാളേറെ മക്കൾ ഓരോന്ന് വരുമ്പോ അതിലേക്ക് തന്നെ നയിക്കുന്ന, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എന്താണ് കാര്യം, ജീവിതം അവസാനിപ്പിച്ച, അങ്ങനെ പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാം ചെയ്തു കിട്ടിയില്ല, നിരാശപ്പെടുത്തുന്ന ചില മീഡിയകള്, അതിന്റെ സങ്കടങ്ങള്, അതിന്റെ വിരഹങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് തകർന്നിരിക്കുന്ന മക്കള്, നമ്മുടെ മക്കളോ നമ്മുടെ ജീവിതങ്ങളോ തകരാൻ പാടില്ല. പിന്നെ ചിലതിലേക്ക് നയിക്കുന്ന അവന്റെ പിന്നാലെ പൊക്കോ. കഴിഞ്ഞ ദിവസം ഒന്നിലും കരയാണ്, അവന്റെ കരകൾ നീ സുരക്ഷിതനാണ്. ഒരു ലൗകികാതിപ്പെട്ട ചെറുക്കൻ ഈ പെണ്ണിന്റെ കൈ പിടിച്ചോണ്ട് പോവാണ്. ഇവന്റെ കരങ്ങളിൽ നീ സുരക്ഷിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റും. അപ്പൊ അത് പ്രമോഷനാണ്. അവന്റെ കയ്യില് ആര് സുരക്ഷിത? ആ മകള് ഒരിക്കലും അവന്റെ കയ്യില് സുരക്ഷിതയല്ല. നമ്മുടെ മക്കള് കർത്താവിന്റെ കയ്യിലാണ് സുരക്ഷിതത്വമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും മീഡിയയും പലതും പറയും, അതും കണ്ട് അതിന്റെ പിന്നാലെ സൊല്യൂഷൻ തേടി പോകാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനേകം ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ്
നമ്മുടെ പല മക്കളുടെ മിശ്ര വിവാഹത്തിന്റെ വീഡിയോസ് രജിസ്റ്റർ മാരേജ് ചെയ്ത് ഭയങ്കര ആഘോഷമായിട്ട് കടന്നു വരുന്നത് കാണുമ്പോ അതുകൊണ്ട് ബന്ധപ്പെട്ട മീഡിയ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമില് അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോ വരും. അപ്പൊ നമ്മുടെ മക്കൾ വിചാരിക്കും ഓ സംതിങ് ആണ്. അതൊരു സംതിങ് അല്ല. കാണിക്കാനും ഷോ കാണിക്കാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അതല്ല ജീവിതം. ജീവിതം ഒറ്റ വഴിയുള്ളൂ. അത് കർത്താവാണ്, അത് വചനമാണ്, അത് വിശുദ്ധരാണ്, അത് പരിശുദ്ധ അമ്മ യൗസപിതാവ് കാണിച്ചെന്ന മാതൃകയാണ്, കുടുംബത്തിന്റെ ചൈതന്യമാണ്, ഉദാശയാണ്, അതാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിനെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് തകർന്നു പോയ വഴിപിഴച്ചു പോകുന്ന പല പല വൈകൃതങ്ങളിലേക്കും ലജ്ജതയിലേക്കും തെറ്റായ കൂട്ടുകെട്ടും തീരുമാനങ്ങളിലേക്ക് പോകുന്ന അനേകം നിരാശയിലേക്ക് പോകുന്ന മക്കള് അങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തന്നെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോടും പരിശുദ്ധ അമ്മയോടും യോസപിതാവിനോട് ചേർന്ന് കൃപയുടെ നിറവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഈ അടിമത്വത്തിൽ നിന്ന് റീലുകൾ കണ്ട് 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 അത് അടിമപ്പെടുത്തി അത് സ്വഭാവത്തെയും ജീവിതത്തെയും എല്ലാത്തിനെയും സ്വാധീനിച്ച് പഠനത്തെ മുടക്കി ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞ അനേക മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മിൽ പലരും ഈ അടിമത്വത്തിൽ വീണു പോയിട്ടില്ലേ? ഉണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മക്കൾ നയിക്കപ്പെടേണ്ടത് കർത്താവിനാലാണ്, ദൈവാത്മാവിനാലാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തിനായിട്ട്, വലിയ കൃപയ്ക്കായി, വലിയ വിടുതൽ, സത്യം പറഞ്ഞ ഒരു വലിയ ഡെലിവറൻസ് കിട്ടേണ്ട മേഖലയാണ് ഇൻസ്റ്റാഗ്രാമും മറ്റ് റീലുകളും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെയുള്ള റീലുകളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടിമത്തത്തിൽ പോയ മക്കൾ. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തത്തിൽ മോചനം നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ദിവ്യകാന സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, അമ്മയെ നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ കാലഘട്ടത്തില് അങ്ങയുടെ മക്കളായി ഞങ്ങളെ പരിശുദ്ധ അമ്മയോടും യൗസപിതാവിനോടും സ്വർഗത്തിന്റെ വലിയ കൂട്ടായ്മയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമാവിധ കർത്താവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളും മറ്റു പല പൈശാചിക പ്രവൃത്തികളും കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ കർത്താവെ, വിവേചനാവരത്തോടെ വലിയ തീരുമാനമെടുത്ത് നന്മയ്ക്ക് വേണ്ടി മാത്രം തീരുമാനമെടുക്കാൻ ഞങ്ങൾക്കിടയാകും. എന്നാൽ കർത്താവ്, ഇത് തെറ്റായ തീരുമാനങ്ങൾക്ക് കാരണമാകുന്ന ഇൻസ്റ്റാഗ്രാമും റീലുകളും ഫേസ്ബുക്കും യൂട്യൂബ് ചാനലിന്റെ പല പൈശാചിക മേഖലകൾ നന്മയുണ്ട് കർത്താവെ. എന്നാൽ അതിനേക്കാളേറെ തിന്മയിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകും ഞങ്ങളുടെ മക്കള്. പലതിനും തീരുമാനമെടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട പലതും കണ്ടും കേട്ടും പങ്കുവച്ചും ഒക്കെയാണ് കർത്താവെ. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മക്കൾക്ക് ദൈവിക ജ്ഞാനം നൽകണമേ, തിരിച്ചറിവ് നൽകണമേ, വകതിരിവ് നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഞങ്ങളെ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയിലാണ് ആശ്രയിക്കേണ്ടത്. എന്തിനും ഏതിനും ഞങ്ങൾക്ക് ഉത്തരം അങ്ങ് മാത്രമുള്ളൂ. ഇൻസ്റ്റാഗ്രാം അല്ല ഞങ്ങളുടെ ഉത്തരം, റീലുകളല്ല ഞങ്ങളുടെ ഉത്തരം, മറ്റ് മാധ്യമങ്ങളല്ല ഞങ്ങളുടെ ഉത്തരം. കർത്താവെ, അങ്ങാണ് എല്ലാത്തിനും ഉത്തരം. കാരണം അങ്ങാണ് വഴി, അങ്ങാണ് സത്യം, അങ്ങാണ് അതിനുവേണ്ടി ജീവൻ നൽകുന്നതും. കർത്താവെ, അങ്ങയുടെ വചനത്തിലും വിശുദ്ധരുടെ മാതൃകയിലും പരിശുദ്ധമ്മയുടെ യോസപിതാവിന്റെ ഒക്കെ വലിയ സംരക്ഷണത്തിലും ദിവ്യകാരുണ്യനാഥ അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. എന്തിനും പരിഹാരമാകുന്ന യേശുവെ, ഞങ്ങളെ ജീവനിലേക്ക് നയിക്കുന്ന, ജീവന സമൃദ്ധിയിലേക്ക് നയിക്കുന്ന അങ്ങയുടെ കരുണ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനും വളരാനും ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല പല ഉത്തരങ്ങൾക്ക് വേണ്ടി, ആശ്വാസത്തിനു വേണ്ടി, പരിഹാരത്തിനു വേണ്ടി ഇതുപോലുള്ള തിന്മ നിറഞ്ഞ മീഡിയ അല്ലെങ്കിൽ റീലുകളൊക്കെ തേടി പോകുന്ന, ഞാൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തത്തിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് യഥാർത്ഥമായ ആശ്വാസവും പരിഹാരവും സമാധാനവും സ്വസ്ഥതയും നൽകുന്ന അങ്ങയിലേക്ക് തിരിയുവാൻ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് എപ്പോഴും
ഇടയാകട്ടെ. അതിനായിട്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ മാതാവിന്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, കൃപ ചൊരിയണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിനാലും മറ്റു റീലുകളാൽ നയിക്കപ്പെടുന്ന മക്കള് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിനാൽ നയിക്കപ്പെടാൻ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടാൻ ഇടയാകട്ടെ. എല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അടിമത്തങ്ങളെ തകർത്തെറിയണമേ, അങ്ങാകുന്ന വഴിയിലേക്ക് ഓടിയണയുവാൻ, ഉത്തരം അങ്ങയിൽ തേടുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും